ഹലോ. അപ്പതാ ഇന്നത്തെ കുക്കിംഗ് എൻ്റെ കെട്ടിയോൻ ഏറ്റെടുത്തിട്ടുണ്ടേ. രാവിലെ കുറച്ച് ബീഫ് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കരളും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നേ. നോൺ വെജ് വെക്കുന്നതിൽ ഞാൻ അമ്പേ പരാജയമായോണ്ട് ആ ഉദ്യമം എൻ്റെ കെട്ടിയോൻ ഏറ്റെടുത്തു. അപ്പോൾ ഇതാ കുക്കറിലേക്ക് എണ്ണയൊഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ ചതച്ച് വെച്ച ചെറിയുള്ളി എല്ലാം കൂടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ടേ. കൂടെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നമ്മുടെ നല്ല അലുവ കഷ്ണം പോലത്തെ കരളാട്ടോ ചേർത്ത് കൊടുക്കുന്നേ. എന്ത് രസമല്ലേ കാണാൻ. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ആദ്യം ഉപ്പിടാൻ മറന്നു പോയത് കൊണ്ട് ഇപ്പതാ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പതാ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോളയൊന്ന് വഴണ്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി കീറിയിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല വെന്ത് വന്ന കരൾ നമ്മളിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പതാ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹായ്, എന്താ രസം കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ആവി കയറ്റിയ ചൂട് ബ്രെഡും കൂടി ആവുമ്പോൾ അടിപൊളി.